ഹലോ ഗൈസ്, പുതുവിടിക്കലാക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഏത് പടത്തിൻ്റെ വന്നതാണ്? DC. ലോകേഷ് കനകരാജ് ആക്ടറായിട്ട് ഡെബ്യൂ ചെയ്യുന്ന പടം നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ കണ്ടിട്ട് റിവ്യൂ പറയാം. അപ്പോൾ DC കണ്ട് ജസ്റ്റ് വന്നോളും. സോ സത്യം പറയാലോ, DCയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നാത്തൊരു പടമായിരുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഏതാ പണ്ണൽ, അനിരുദ്ധിൻ്റെ പണ്ണൽ. ലോകേഷ് കനകരാജ് പൊളിച്ചടുക്കി, വാമിക ഗബി പൊളിച്ചടുക്കി, പിന്നെ ചെറിയ റോളൊന്ന് സച്ചനെ പൊളിച്ചു, പിന്നെ അരുൺ മാതേശ്വരൻ്റെ ഡയറക്ഷൻ ടോപ്പ് നോച്ച്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൻ്റെ പ്ലേസ്മെൻ്റാണ്, ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് തന്നെ. കാരണം ആ മ്യൂസിക്കുകൾ പുള്ളി ട്രാക്കുകൾ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താലാണ് സിനിമ വേറെ ലെവലിലേക്ക് പോകുക. കറക്റ്റായിട്ട് പക്കയായിട്ട് പൊളിച്ചടക്കി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങും കൊള്ളാം, സംഭവം മൊത്തത്തിൽ ഫ്രെയിംസും ഒക്കെ കൊണ്ട് ടോപ്പ് നോച്ച്, ഒന്നും പറയാനില്ല. അടുത്ത കാലത്ത് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആണെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കൊക്കെ പോലെ വയലൻസ് ഉള്ള പടമാണ്, പക്ഷെ അതിലൂടെ ഒരു പോയട്രിക്കായിട്ടുള്ളൊരു കഥയും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കിഡിലൻ സാധനമായിട്ടുണ്ട് പടം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള തിയേറ്ററിൽ കാണുകയാണെങ്കിൽ പക്ക ഫീൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു മ്യൂസിക് ഉണ്ടായാലാണ് ഈ പടത്തിൻ്റെ ഒരു ലൈഫ് തന്നെ ആ മ്യൂസിക്കുകളാണ്. സോ ഓരോ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതായാലും ആ സീനിനെ എലിവേറ്റ് ചെയ്യുന്നതായാലും ഒക്കെ ആ മ്യൂസിക് ആൻഡ് ട്രാക്സ് ആണ്. സംഭവം പൊളിച്ചടക്കിയിട്ടുണ്ട്. തീരെ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയൊരു അടിപൊളി പടമായിരുന്നു DC. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കാരണം വീട്ടിൽ കാണുമ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ബട്ട് തിയേറ്റേഴ്സിൽ കണ്ടതിനെ പൊളിക്കും. അടിപൊളി പടമാണ്, കിടിലനായിട്ടാണ്. ലോകേഷ് കനകരാജ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പുള്ളിയുടെ ആ ഒരു ലുക്കും ട്രെയിലറിലൊക്കെ കണ്ടതിനപ്പോൾ എനിക്ക് അത്രയൊരു സംഭവം എനിക്ക് തോന്നിയില്ല. ബട്ട് പുള്ളിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വാമിക ഗബി പിന്നെ എനിക്ക് ഗോത തൊട്ട് തന്നെ പുള്ളിക്കാരത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയും ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. ബോളിവുഡിൽ ഒക്കെ പുള്ളിക്കാരത്തിനെ കാണിക്കുന്ന പോലെ അല്ല, ബോളിവുഡിൽ അവർ കറക്റ്റായിട്ട് പുള്ളിക്കാരത്തിനെ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ ശരിക്കും പറയാം. കാരണം നമ്മൾ സൗത്തിൽ ഇപ്പോൾ ഗോതയിലായാലും ഇപ്പോൾ DCയിലായാലും പുള്ളിക്കാരത്തി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസും കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരത്തിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ആ ഒരു സമയത്ത് ആ ഒരു സീൻസിൽ വരുന്ന സോങ്ങാണ് ഹാങ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. ആ സോങ്ങും എൻ്റെ മോനെ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, പൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റേജ് ഓഫ് റിവെഞ്ചും ബാക്കി പാട്ടുകളൊക്കെ വരുമ്പോൾ സിനിമ പൊളിച്ചടക്കിയിട്ടുണ്ട്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്, മിസ് ചെയ്യരുത്, കിടിലൻ പടമാണ്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്